സബാൽ ഹെയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും രാവിലെ ഓഫീസിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നമുക്കറിയാം UAE കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഒരു 4 ദിവസമായിട്ട് മഴ ഇങ്ങനെ തുടരുന്നുണ്ട്. ഇടവിട്ട് ചിലയിടത്തൊന്നും മഴ ലഭിച്ചിട്ടേ ഇല്ല, പക്ഷെ ചിലയിടത്ത് നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കാണുമ്പോൾ നാട്ടിലെ ആ ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റും, നാട്ടിലെ മഴ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ പ്രതീക്ഷകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ആ പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് പോലും അല്ലേ. പക്ഷേ ഓവറായി പ്രതീക്ഷകൾ വെക്കുന്നതും അപകടമാണ്. അത്തരം പ്രതീക്ഷകൾ, ഒരു കാര്യം നമുക്ക് ഓവറാവാൻ പാടില്ല. അപ്പം അത്തരം പ്രതീക്ഷകളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. എന്നാൽ ഈ പ്രതീക്ഷകൾക്കൊരു ലിമിറ്റ് വെച്ചിട്ടുള്ള പ്രതീക്ഷകൾ മാത്രം നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സബാൽ ഹെയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത് ഓരോ വ്യായാമ മുറയ്ക്കായിട്ടാണ് അല്ലേ. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളുണ്ട്. നമ്മൾ 24 മണിക്കൂർ നമ്മൾ ചിലപ്പം ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. 8 മണിക്കൂർ ജോലി ചെയ്ത് ബാക്കി വിശ്രമിക്കുന്നവരുണ്ടായിരിക്കും. പലതരത്തിലാണ് ആളുകളുടെ ജോലിയുടെയൊക്കെ രീതി എന്ന് പറയുന്നത്. പക്ഷെ ഒരു അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. പതിവ് പോലെ നമ്മുടെ സെഗ്മെന്റിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഓപ്പൺ യുവർ സോൾ കാണാം. ഓപ്പൺ യുവർ സോളിൽ ഇന്ന് സുജ ടീച്ചർ പറഞ്ഞു വെക്കുന്നത് വക്രാസനത്തെ കുറിച്ചാണ്. നമ്മൾ ഒത്തിരി നേരം ഇരുന്നൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, ഒത്തിരി നേരം നിന്ന നിൽപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. എപ്പോഴും നട്ടലിനാണല്ലേ ഒരുപാട് സ്ട്രെയിൻ വരുന്നത്. അപ്പോൾ നട്ടലിന് ഏറെ ആയാസവും ഏറെ സുഖമൊക്കെ നൽകുന്ന ഒരുതരം വ്യായാമ മുറയാണ് വക്രാസനം എന്ന് പറയുന്നത്. വക്രാസനത്തെക്കുറിച്ച് സുജ ടീച്ചർ എന്താണ് പറയുന്നുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്തേ, സബാൽ ഹെയർ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിത്യേന നിയമേന യോഗ, ഗൃഹേ ഗൃഹേ യോഗ. 24 മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ അതിൽ 24 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആകെ ഒരു സമയമെന്ന് പറയുന്നത് ഈ 24 മിനിറ്റ് ആവും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ യോഗ സെഗ്മെൻറ്റിൽ ചെയ്യുന്നത് വക്രാസനം എന്ന് പറയും. മേരു വക്രാസനം എന്ന് മുഴുവൻ പേര് പറയും. വക്രാസനം, വക്രം എന്ന് പറഞ്ഞാൽ വളയുക എന്നർത്ഥം. അപ്പോൾ എന്തിനാണ് വളയ്ക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ നട്ടലിനെ ഒന്ന് വളയ്ക്കാൻ പോവാണ്. അപ്പോൾ വക്രാസനത്തിൽ നമ്മൾ സ്വസ്ഥമായിട്ട് ആദ്യം ഇരുന്നു, കൈകളൊക്കെ ബാക്കിലേക്ക് കൊടുത്ത് സ്വസ്ഥമായിട്ടിരുന്നു. ശിഥില ദണ്ഡാസനത്തിലാണ് ഇരിപ്പ്. അതിൽ നിന്ന് നമ്മൾ സ്ഥിതി പോസ്റ്ററിലേക്ക് വരികയാണ്. കാല് മെല്ലെ ചേർത്ത് വെച്ച് കൈ രണ്ടും നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് നിവർന്നിരിക്കുമ്പോൾ ബോഡിയോട് ഫേസ് ചെയ്ത് വേണം നമ്മുടെ ഹെഡ് നെക്ക് ഇരിക്കാൻ. ഇനി എൻ്റെ റൈറ്റ് ലെഗ് ഞാൻ മെല്ലെ ഹീലും മറ്റ് ഇടത് കാലിൻ്റെ കാൽമുട്ടിനോട് ചേർന്ന് വലത് കാലിൻ്റെ ഹീലിരുന്നു. കണ്ടോ, ഇതാണ് ഇരിപ്പ്. ഇനി ഈ കൈയാണ് എനിക്ക് ഉയർത്തിക്കൊണ്ടുകൊണ്ട് ബാക്കി വയ്ക്കേണ്ടത്. അതിനെങ്ങനെ ഉയർത്തി നോക്കുക. നിവർത്തതിന് ശേഷം ഷോൾഡർ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എൻ്റെ ഹിപ്പ് ഒന്ന് തിരിച്ച് സ്പൈനിൻ്റെ ബാക്കിലായിട്ട് കയ്യെ കൊണ്ട് വെച്ചു. അപ്പോൾ അത് തലം കൊണ്ട് വെച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ ഷോൾഡറിൻ്റെ നേരെ മുകളിലേക്ക് എനിക്ക് നോക്കാൻ പറ്റും. ഇതുപോലെ ഈ അനായാസമായിട്ട് നോക്കാൻ പറ്റും. പിന്നെ അടുത്ത കൈ കണ്ടോ, നിവർത്തിക്കൊണ്ടുവന്ന് കണ്ടോ, സുഖമായിട്ട് വെച്ചു. ഇനി ഇവിടെ വന്നാൽ ഇത് കണ്ടോ, കാല് അയച്ചു വെച്ചു. അടുത്ത വശത്തേക്കും അതേപോലെ തന്നെ പോകണം. കൈ ബാക്കിൽ വെച്ചു. ബാക്കിൽ വെക്കുന്നത് ലിഫ്റ്റ് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഏറ്റവും ഗുണമാവും. അടുത്തത് കൈ എടുത്ത് നിവർത്തി ഇതല്ല. കാൽപാദം നിവർത്തിയിട്ട് പഴയതുപോലെ തന്നെ ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിച്ചിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അപ്പോൾ പതുക്കെ ഒന്ന് ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക.
മേരു വക്രാസനം അല്ലെങ്കിൽ വക്രാസനം എന്ന് പറയും. ശരീരത്തെ വളയ്ക്കുന്ന ഒരാസനമാണ്. നട്ടലിന് നല്ല വളവ് കിട്ടും, നല്ല സ്ട്രെച്ചിങ് ട്വിസ്റ്റിങ് പോലെ കിട്ടും. അപ്പോൾ ഫ്ലെക്സിബിൾ ആകും. തന്നെയല്ല, നമ്മുടെ ഈ 2 സൈഡിൽ അനാവശ്യമായ മാസമൊന്നും കിടക്കാതെ ബോഡി സ്ട്രക്ചറാകാൻ മേരുവക്രാസനം വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ട് സൗന്ദര്യം ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് നിത്യേന നിയമേന പരിശീലിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്തേ. സബാൽ ഹെയർ തുടങ്ങിയതിന് ശേഷം കുറച്ച് പേരൊക്കെ വ്യായാമത്തിലേക്ക് മാറി എന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്നവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്. പലതരത്തിലാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഒരാളുടെ ജീവിതത്തിൻ്റെ നല്ല കാര്യത്തിന് നമ്മൾ കൂടെ ഭാഗമാകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം തന്നെയാണ്. ആ കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഒപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ, നല്ല പോസിറ്റീവ് തിങ്സിനെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്ന്. നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പറ്റുന്ന പോലെ പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരാൾ പറയുന്ന ഒരു നല്ല വാക്കോ അല്ലെങ്കിൽ ഒരു നല്ല ടച്ചോ അല്ലെങ്കിൽ നല്ല രീതി നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുന്നതോ നമുക്ക് ചിലപ്പോൾ ഒരു അതിഭീകരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാറുണ്ട് പല സമയങ്ങളിലും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ നമ്മളടുത്ത് വന്ന് ചിലപ്പോൾ അറിയുന്ന ആളാവണം നിർബന്ധമില്ല, അറിയാത്ത ഒരാളായാൽ പോലും ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ മനസ്സിലാക്കി സംസാരിക്കുന്നവരുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫിസിക്കൽ ടച്ചിനെ കുറിച്ചായിരുന്നു. അതുപോലെയാണ് പറയുന്നത് വെർബൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ കൈൻഡ്നെസ് എന്ന പോലെ വെർബൽ കൈൻഡ്നെസ്, നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് ചിലപ്പോൾ അത് ബാഡായിട്ടും നല്ല രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരിക്കും അയാളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ടെൻഷൻസും ഇല്ലാതാവാൻ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിമുഖത കാണിക്കേണ്ടതില്ല. വെർബൽ കൈൻഡ്നെസ് എന്താണെന്നുള്ളത് പോസിറ്റീവ് മിനിറ്റ്സിൽ ഷെറിൻ മൂസ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, കണ്ടിട്ട് തിരിച്ചു വരാം. സബാൽ ഹയർ പോസിറ്റീവ് മിനിറ്റ്സിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടിയത് ഫിസിക്കൽ കൈൻഡ്നെസ്, ഫിസിക്കൽ സപ്പോർട്ടിനെ കുറിച്ചായിരുന്നു. ഇനി പറയാൻ പോകുന്നത് വേർബൽ കൈൻഡ്നെസ് ആണ്. വേർബൽ സപ്പോർട്ട് എങ്ങനെ ഏതൊരു മനുഷ്യനും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നമുക്ക് സംസാരിച്ച് നമ്മളുടെ വാക്കുകളിലൂടെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് കുറഞ്ഞു പോകുന്നതും മെയിനായിട്ട് ഈ ഒരു വേർബൽ കൈൻഡ്നെസ് ആണ്. ഇത്രമാത്രം അപ്രിസിയേഷൻ ഒരാൾക്ക് കൊടുക്കാം എന്നുള്ളത്, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് വരുന്ന വലിയൊരു ഇമ്പാക്റ്റ് അല്ലേ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ആ കോൺഫിഡൻസ്, പാരൻസ് മക്കളെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അവരെന്തെല്ലാം പാരൻസിനെ സന്തോഷിപ്പിക്കാനും അതേപോലെ തന്നെ അവരെ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു അപ്രിസിയേഷനിലൂടെ സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. എന്തുമായിക്കോട്ടെ, ആ ഒരു വേർബൽ സപ്പോർട്ട് പല രീതിയിലും നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് ഏറ്റവും താങ്ങും തണലായിട്ടും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് വേർബൽ സപ്പോർട്ടാണ്. ഒന്നുമില്ലടാ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ധൈര്യം തന്നെ ഒരു വലിയൊരു ഒരു ഇമ്പാക്റ്റാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇന്ന് വളരെ റെയറായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാണെങ്കിലും അപ്രിസിയേഷൻ എന്ന് പറയുന്നത് വെരി റെയർലി നമുക്ക് കാണാൻ പറ്റുന്ന, നേരെ മറിച്ച് കൂട്ടുകാരൻ്റെ മുന്നിൽ ഫാമിലീൻ്റെ മുന്നിൽ അവരെ കൊച്ചാക്കി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഈ ഫ്ലോസ് എന്താ പറയുക ഇങ്ങനെ അവൾ ചെയ്യുന്നത് കളിയാക്കി പറയുക, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് അല്ലേ. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ അപ്രിസിയേറ്റ് ചെയ്ത് അവളിതിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനുണ്ട്, നിൻ്റെ ഏത് സങ്കടത്തിൽ നീ എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഏതൊരു സമയത്ത് നീ എന്നെ വിളിക്കാം, എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് പറയാം എന്നുള്ള വേർബലി ചിലപ്പം അവരൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു വേർബലി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സ്പേസാണ്. ആ ഒരു സപ്പോർട്ട് സ്പേസ് ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നത്, അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു വേർബൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് തന്നെ സന്തോഷമായിരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം.
എന്തും പിന്നീട് ഭാവിയിൽ വരുന്ന എന്ത് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും ഈ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണം ഒന്നുമില്ലാണ്ടായി മാറിത്തീരുന്നതാണ്. നിങ്ങളുടെ കൂടുതൽ പോസിറ്റിവിറ്റിയാണ് ഇവിടെ ആൾക്കാർക്ക് കാണാൻ സാധിക്കുക. നെഗറ്റീവൊക്കെ ചിലപ്പോൾ ഈ പോസിറ്റീവ് കാരണം മറിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ഈ ഒരു വേർബൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത്. സോ വേർബൽ കൈൻഡ്നെസ് നിങ്ങൾ എപ്പോഴും ഒന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ സ്വന്തം നിങ്ങളോട് ഒരു കണ്ണാടി നോക്കിയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ്, അപ്പോൾ എത്രമാത്രം മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുമ്പോൾ അവർക്ക് നിങ്ങൾ എത്രമാത്രം ആ കോൺഫിഡൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളൊന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ സ്വന്തമാണെന്ന് കരുതുന്ന ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങൾ കളിയാക്കാതിരിക്കുക. ചെറിയ ചെറിയ കളിയാക്കുകൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ മൈൻഡ് സെറ്റിൽ ഓക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ കോൺഫിഡൻസിനെ നിങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. ബേസിക്കലി തമാശകൾ ഷെയർ ചെയ്യുന്നതും ഒരാളെ പറ്റി തമാശയായി പറയുന്നതും രണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് സൺ ആൻഡ് ദ മൂണിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവർക്ക്. എപ്പോഴും മറ്റുള്ളവരെ പറ്റിയിട്ട് കളിയാക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് വൺ ഓഫ് ദി പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഷെറിൻ മൂസ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കാൻ പറ്റണമെന്നില്ല. മനുഷ്യനാണ്, പല രീതിയിൽ വികാരങ്ങളെല്ലാം മറിയാറുണ്ട്. എങ്കിലും നല്ലൊരു വാക്ക് ചിലപ്പോൾ ആളുകളുടെ ബന്ധത്തെ വരെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമുക്കറിയാം ഇന്ന് ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം. ചരിത്രം അറിയുന്ന വിദ്യാർത്ഥികൾ മുതൽ എല്ലാ മുതിർന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് നാഗസാക്കി ദിനം. നാഗസാക്കി ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അണുബോംബാണ് അല്ലേ. ചരിത്രത്തിലെ കറുത്ത ഏടായിട്ട് എപ്പോഴും കാണുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധവും അണുബോംബ് വർഷവും എല്ലാം തന്നെ. ഈ അണുബോംബ് വർഷം അണുവായുധം എല്ലാം ഉപയോഗിക്കുന്നതിൽ രാജ്യങ്ങളെല്ലാം വലിയ നിയന്ത്രണവും ഒക്കെ വെക്കുന്നതും ഈ ഒരു അണുബോംബിൻ്റെ ഒരു വ്യാപ്തി വർഷങ്ങൾക്കിപ്പുറവും ആളുകൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു ദുരിതം കൂടി ഉള്ളതുകൊണ്ടാണ് ആ അണുബോംബ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര സത്യം മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെതിരെ ഇപ്പോഴും പോരാടുന്നത്. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണയും അക്കാര്യത്തിൽ നിലനിർത്തുന്നതൊക്കെ അതുകൊണ്ടാണ്. പറഞ്ഞു വരുന്നത് ഓഗസ്റ്റ് 9 കുറിച്ചാണ്, നാഗസാക്കി ദിനം. 1945 ഓഗസ്റ്റ് 9 രാവിലെ ഒരു 11:02 ബോക്സ്കാർ എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കിയെ ലക്ഷ്യമായി എത്തിയത്. അതിൽ നിന്ന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് നഗരത്തിന്മേൽ പതിച്ചു. 40,000 പേരാണ് മരിച്ചത്. ഈ അണുബോംബിൻ്റെ ഒരു വികിരണം 18 കിലോമീറ്ററോളം ദൂരം ഉണ്ടായി. അതിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരമാണ് നാഗസാക്കി. നമുക്കറിയാം ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഇതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ വ്യാപ്തി തീരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു 6, 4, 9 തമ്മിലുള്ള ചെറിയ വ്യത്യാസമാണല്ലോ ഉള്ളത്. അപ്പോഴേക്കും ഓഗസ്റ്റ് 9 ആയപ്പോഴേക്കും നാഗസാക്കിയിലും രണ്ടാമത് അണുബോംബ് വർഷിച്ചു. ആക്രമണം ജപ്പാനെ വ്യവസ്ഥകളില്ലാത്ത കീഴടങ്ങളിലേക്കാണ് എത്തിച്ചത്. ജപ്പാൻ ഭരണാധികാരി ഹിരോഹിറ്റോ റേഡിയോയിലൂടെ കീഴടങ്ങുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. ഈ ഒരു ഭയാനക ആയുധം പ്രയോഗിച്ചതിൽ പിന്നെ അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല, അതായത് അവസാനമാവുകയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഓപ്പൻഹൈമറിൻ്റെ മൂവി വളരെയധികം തരംഗം സൃഷ്ടിച്ചു, വലിയ ഹിറ്റായിട്ടുണ്ട്. അണുബോംബിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത് ഓപ്പൻഹൈമറിന്. അദ്ദേഹം ശത്രുവായും അദ്ദേഹത്തെ നായകനായും ചിത്രത്തിൽ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് മുമ്പിൽ അണുബോംബിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അണുബോംബ് ഉണ്ടാക്കിയ ഒരാളെടുത്ത് ഒരു ശത്രു മനോഭാവമായിരിക്കൂലേ എല്ലാവർക്കും ഉണ്ടാവുക. കാരണം അത് അത്രയും മാനവരാശിയെ തകർക്കാൻ ശേഷിയുള്ള ആയുധമാണ് അണുബോംബ്. അപ്പം അങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കിയതിൻ്റെ
ആ ഒരു എന്താ പറയുക, അതിലൊരു നെഗറ്റീവ് സംഭവം എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ട് അങ്ങനെ അത്രയും ഉഗ്രശേഷിയുള്ള ഒരു ആയുധം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും രാജ്യത്തിന് വേണ്ടി ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിന്, ഓപ്പൻഹൈമറിന് മാനസാന്തരം ഉണ്ടാവുന്നുണ്ട്. പിന്നീടുള്ള അയാളുടെ ജീവിതം എല്ലാം കുറ്റബോധത്തിലായിരുന്നു. കാരണം ഇത്രയും ആളുകൾ മരിച്ചു വീഴാൻ അറിഞ്ഞോ അറിയാതെയോ താൻ ഭാഗമാകേണ്ടി വന്നു എന്നുള്ളത്. അണുബോംബ് നിർമ്മിക്കുമ്പോഴും ഈ അണുബോംബ് ഇതിനാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ ബോംബ് വർഷിച്ചതിന് ശേഷം ഈ ഒരു അതിഭീകര കുറ്റബോധം കൊണ്ടും പിന്നീട് ജയിൽ ജീവിതമൊക്കെ ആയിട്ടായിരുന്നു ഓപ്പൻഹൈമറിന്റെ ജീവിതം പോകുന്നത്. ആ ജീവിതം പറയുന്ന സിനിമയാണ് ഈയിടെ ഭയങ്കര ഹിറ്റായി, ഹോളിവുഡിൽ ഭയങ്കര ഹിറ്റായി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ഒരുപാട് പേർ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമാ പ്രേമികളായ ഒത്തിരി പേര് ഈ ഓപ്പൻഹൈമറിന്റെ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വല്ലാത്തൊരു ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഒരു ആണ്ടുകൂടിയാണ് ഈ ഓഗസ്റ്റ് 9 എന്നുള്ളത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം നമുക്കറിയാം, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ലോകം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിലും ഉഗ്രശേഷിയുള്ള പുതിയ ആയുധങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും അത്തരത്തിലെല്ലാം തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ സമാധാനപരമായിട്ടുള്ള ഒരുപാട് ഉടമ്പടികളൊക്കെ മുന്നിൽ വെച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. സമാധാനത്തിനായി ഓരോ രാജ്യങ്ങളും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ മറ്റൊരു രാജ്യം വന്ന് മധ്യസ്ഥത വഹിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒത്തിരി വാർത്തകളൊക്കെ ഉണ്ടെന്ന് പത്രത്തിൽ. നമുക്കറിയാം, അബുദാബിയിൽ ഇപ്പോൾ ഈ ചൂടുകാലാണല്ലേ, ചൂടുകാലമാകുമ്പോൾ ഒത്തിരി കെട്ടിടങ്ങൾക്കൊക്കെ തീപിടിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അബുദാബിയിൽ പാചകവാതക ഉപയോഗത്തിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ പരിശോധനാ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. താമസ കേന്ദ്രങ്ങളിലും മറ്റും കെട്ടിടങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനാ ക്യാമ്പയിനാണ് ഇപ്പോൾ തുടക്കമിട്ടിട്ടുള്ളത്. അതായത് സെൻട്രലൈസ്ഡ് പാചകവാതക സംവിധാനത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഊർജ്ജ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് LPG സംവിധാനത്തിൽ പരിശോധന നടക്കുന്നത്. ഏകദേശം 28,000 കെട്ടിടങ്ങളിലാണ് പരിശോധന നടക്കുക. LPG സംവിധാനത്തിൽ പരിശോധന നടത്തി കേടുപാടുകൾ പരിഹരിക്കും. ഒപ്പം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പതിവ് പോലെ കടുത്ത നടപടിയും ഉണ്ടാകും. അപ്പോൾ ഈ സംഭരണ ടാങ്കുകൾ അതുപോലെ അതിൻ്റെ സുരക്ഷ കർശനമായിട്ട് പരിശോധിക്കുന്നുണ്ട്. വാതക ചോർച്ച കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് അവർ ഉറപ്പാക്കും. കൂടാതെ കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് പരിശോധിക്കുന്ന ദിവസത്തെക്കുറിച്ച് കെട്ടിട ഉടമയ്ക്ക് നേരത്തെ തന്നെ അധികൃതർ നോട്ടീസ് അറിയിക്കുന്നതാണ്. അപ്പം അത് എന്തിനാണ് നേരത്തെ അറിയിക്കുന്നത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഭാഗമായിട്ട് കെട്ടിടത്തിൽ നോട്ടീസ് പതിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഒരു പരിശോധനയുമായിട്ട് ആ കെട്ടിടത്തിലുള്ള താമസക്കാരൊക്കെ സഹകരിക്കണം എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് നേരത്തെ ഇക്കാര്യം അറിയിക്കുന്നത്. അപ്പം ആ ഒരാഴ്ച മുന്നേ തന്നെ കെട്ടിടത്തിൽ നോട്ടീസൊക്കെ പതിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അബുദാബിയിൽ താമസിക്കുന്നവരോടാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇത്തരം കെട്ടിടത്തിലൊക്കെ പരിശോധന ഉണ്ടെങ്കിൽ ലിഫ്റ്റിലും അല്ലെങ്കിൽ ഇൻഫർമേറ്ററി ബോർഡിലൊക്കെയാണ് ഇത്തരം നോട്ടീസ് പതിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത്തരം നോട്ടീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ചിലപ്പം നമ്മളാരും ആ നോട്ടീസുകൾ സ്ഥിരമായി വായിക്കാറൊക്കെ കുറവായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസൊക്കെ കണ്ടാൽ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള സാധുതാ സർട്ടിഫിക്കറ്റും അധികൃതർ നൽകുന്നതായിരിക്കും. മറ്റൊരു വാർത്തയാകുമ്പോൾ നമുക്കറിയാം, 4 ദിവസമായിട്ട് നല്ല മഴയാണ്. ചിലയിടത്ത് അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ചെറിയ ഈ പൊടിയും ഒക്കെ കൂടിയായിട്ടുള്ള മഴയായിട്ട് വന്നിട്ട് മഴ കൊണ്ട് പിന്നെ ഈ AC-യിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികൃതർ സമയാസമയങ്ങളിൽ സമയബന്ധിതമായിട്ട് തന്നെ എല്ലാ ഈ വാട്ടർ ഡ്രെയിനേജ് പ്രവർത്തനങ്ങൾ, ഒപ്പം മരങ്ങൾ മുറിഞ്ഞത് വീണതെല്ലാം ക്ലീൻ ആക്കുന്നത് ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ ഈ കനത്ത മഴയെ തുടർന്ന് അടച്ച പാർക്കുകളും ബീച്ചുകളൊക്കെ ഇപ്പോൾ നിലവിൽ തുറന്നിട്ടുണ്ട്. മാത്രമല്ല വേറൊരു അറിയിപ്പും കൂടെ പറയുന്നുണ്ട്. ഇന്നും നാളെയും കൂടെ മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ പരമാവധി അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നതൊക്കെ ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം വാഹനം ഓടിക്കുമ്പോൾ സുരക്ഷിതമായ അകലം പാലിക്കണം. കുറഞ്ഞ വേഗതയിലും മാത്രമല്ല സൈൻ ബോർഡിൽ കാണുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചും യാത്ര ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അധികൃതരിൽ നിന്ന് വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കണം. ഇതിന് മറ്റ് കിംവദന്തികൾ, വ്യാജ പ്രചരണങ്ങൾ ഇവയൊന്നും നടത്തരുതെന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കെട്ടിടങ്ങളിൽ ഈ കാറ്റ് വന്ന് ഭയങ്കര കാറ്റിലാണ് കുറേ ഇടങ്ങളിൽ ഈ ബാൽക്കണിയിലൊക്കെ നിൽക്കുന്ന ചെടിച്ചട്ടികളും മറ്റുമൊക്കെ
താഴേക്കൊക്കെ വീണിട്ട് വണ്ടികൾക്കൊക്കെ കേടുപാടൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം കാറ്റുള്ള സമയങ്ങളിൽ പുറത്ത് ഇത്തരം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്നും ഇറങ്ങി നിൽക്കരുതെന്ന് ഇവർ നിർദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ മലയോര മേഖലയിലേക്ക്, വെള്ളച്ചാട്ടമുള്ള പ്രദേശങ്ങളിലേക്ക് ഫോട്ടോ എടുക്കുക, യാത്ര ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തൽക്കാലമായിട്ടെങ്കിലും ഒന്ന് ഒഴിവാക്കി വെക്കുക എന്നുള്ളത്. മഴയാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. ഈ മഴയ്ക്കൊപ്പം വരുന്ന നല്ല പൊടിക്കാറ്റാണ്. അപ്പോൾ ഈ പൊടിക്കാറ്റ് വരുന്ന സമയത്ത് ഡ്രൈവിങ്ങിനിടയിൽ നമുക്ക് തൊട്ടടുത്തുള്ള വണ്ടിയാണെങ്കിൽ പോലും കാണാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം ഇതൊക്കെ ഒരു അപകടത്തിൻ്റെ സാധ്യതയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ദൂരയാത്രകളിലൊക്കെ പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ പോലീസ് പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് യാത്ര ചെയ്യുക. ഇൻഫോർമേറ്ററി ബോർഡുകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കറിയാം ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകൾ, വെബ്സൈറ്റുകൾ, ഫേസ്ബുക്കിലൊക്കെ നോക്കിയ കുറേ ലിങ്കുകൾ വരാറുണ്ട് അല്ലേ. 8 ദിറംസിന് സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണ്, 2 ദിറംസിന് KFC ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ വീണ് അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓഫർ പെട്ടെന്ന് തീരും എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ആ ട്രാപ്പിൽ പെടുന്ന നിരവധി താമസക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇത്തരക്കാരോടാണ് പറയാനുള്ളത്, നിരന്തരം പോലീസും അധികൃതരൊക്കെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര മുന്നറിയിപ്പ് നൽകിയാലും പിന്നെയും ഇത്തരം ഈ തട്ടിപ്പുകളിലൊക്കെ ചെന്ന് ചാടുകയാണ്. അതുകൊണ്ട് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ഈ വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾക്കെതിരെ മുന്നറിയിപ്പായിട്ട് വീണ്ടും അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവയ്ക്കെതിരെ മുന്നറിയിപ്പായിട്ടാണ് അബുദാബിയിലെ ജുഡീഷ്യൽ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് അവഗണിച്ച് ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം. ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇത്തരം വ്യാജ വെബ്സൈറ്റുകൾ സാധാരണയായി വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അതോറിറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സോഷ്യൽ മീഡിയയിലും പരസ്യം ചെയ്യപ്പെടുന്ന ഒരു വെബ്സൈറ്റിനെ അന്ധമായി വിശ്വസിക്കരുത്. വാങ്ങുന്നതിന് മുമ്പ് ഓരോ പ്ലാറ്റ്ഫോമും ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. ഒപ്പം വെബ്സൈറ്റിൻ്റെ റേറ്റിങ്ങുകളും അഭിപ്രായങ്ങളും ഒക്കെ പരിശോധിക്കുക. നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പോലും ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ട് നാട്ടിൽ, ആമസോണിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നൂൺ ആപ്പും ഒപ്പം അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നോക്കാറുണ്ട് അല്ലേ, എത്ര റേറ്റിംഗ് ഉണ്ടെന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ മാത്രമല്ല, നമ്മളിപ്പം നമുക്ക് വിശ്വസിക്കാവുന്ന ആപ്പുകളാണ് നൂണ്, ഐക്ക, ഈ പറഞ്ഞ ആമസോണൊക്കെ. അപ്പോൾ അതിൽ പോലും നമ്മൾ പ്രോഡക്റ്റ്സുകളുടെ റേറ്റിംഗ് നോക്കാറുണ്ട്. പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് മാത്രമല്ല, ഇത്തരം വെബ്സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1 ദിറംസിന് KFC, 2 ദിറംസിന് KFC, 8 ദിറംസിന് സാംസങ്ങിൻ്റെ അൾട്രാ വലിയ ഫോണ്, പുതിയ മോഡൽ ഫോണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത്തരം സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കുന്നത് നന്നായിരിക്കും. അപ്പോഴും നമ്മൾ കുഴയ്ക്കുന്നൊരു കാര്യമുണ്ട്, നൂണിൻ്റെ പേരിലും അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഈ പറഞ്ഞ ആമസോണിൻ്റെ പേരിലായിരിക്കും ഇത്തരം പരസ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഏതെങ്കിലും ഫോണ്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചിഹ്നങ്ങളോ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഒറിജിനൽ നൂണും ഒറിജിനൽ ആമസോണിൻ്റെയും മോഡൽ എങ്ങനെയാണ് നോക്കുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയൊരു മാറ്റം എന്തായാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇത്തരം ഇടപാടുകൾ, ഇത്തരം പെട്ടെന്നുള്ള ഓഫറുകളൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ. ഈ സുരക്ഷിതമായ ഇടപാടുകളുടെ ട്രാക്ക് റെക്കോർഡുള്ള സുസ്ഥിരതയൊക്കെ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. എല്ലാ തവണയും റിവ്യൂ നോക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അധികൃതർക്ക്. കാരണം ഇതിൽ കൂടുതൽ താമസക്കാർ ഇത്തരം ട്രാപ്പുകളിലൊക്കെ പെടുമ്പോൾ അധികൃതർക്ക് പറഞ്ഞു വെക്കുന്നതിൻ്റെ മാക്സിമാണിത്. അപ്പോൾ പ്രത്യേകിച്ചും ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള കാര്യങ്ങളിലേക്ക്, വാർത്തയിലേക്ക് വരുമ്പോൾ, നാട്ടിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടു കൂടിയിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വളരെ കുറഞ്ഞ സമയത്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് തെരഞ്ഞെടുപ്പ് എന്ന് അറിയിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ദിവസമുള്ളൂ, 27 ദിവസം എങ്ങാനും ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മാത്രയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം അവരുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. അദ്ദേഹം മരിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ സ്ഥാനാർത്ഥി ചർച്ച സജീവമായിരുന്നു. ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചർച്ച. പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 3 മണിക്കൂറിനകം തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ചാണ്ടി ഉമ്മനും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ടായിരിക്കും. ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ തന്നെ അവർ പ്രചരണ പരിപാടികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും വളരെ ഒരു വാശിയേറിയ പോരാട്ടം എന്നുള്ളതിനൊക്കെ ഉപരി നമുക്കറിയാം, സഹതാപ തരംഗം മണ്ഡലത്തിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സഹതാപ തരംഗം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്
നിലവിലുള്ള റെക്കോർഡുകളെല്ലാം എല്ലാ തവണയും സഹതാപ തരംഗത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം 50 വർഷത്തിലധികമായിട്ട് ഉമ്മൻചാണ്ടി എന്ന ഒരു നേതാവിൻ്റെ ഒരു പ്രഭാവമുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ തെരഞ്ഞെടുപ്പിനെത്തുമ്പോൾ വിജയം ഉറപ്പാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഭൂരിപക്ഷം എത്ര ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കണക്കുകൂട്ടലുകൾ ഉണ്ടാവുക. പിന്നീട് അല്ലെങ്കിൽ അട്ടിമറി വിജയം നേടണമെങ്കിൽ അത്രയും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചരിത്രമെല്ലാം മാറ്റി എഴുതേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. കാരണം പോരാട്ട ചിത്രം ഏതാണ്ട് വ്യക്തമായതോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രചരണ പരിപാടികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ പ്രഭാവം ജനകീയ മുഖമൊക്കെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയിലും ആ ഒരു സംസ്കാര ചടങ്ങിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥന നടത്തുന്നവർ നിരവധി ആളുകളാണ്. വിശുദ്ധനായി പ്രഖ്യാപിക്കും എന്നുള്ള തരത്തിൽ വരെ വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ എത്രത്തോളം പ്രഭാവം ചെലുത്തിയിട്ടും മണ്ഡലത്തിന് അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം സ്വാധീനം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ചാണ്ടി ഉമ്മൻ തന്നെ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് നിലവിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സെപ്റ്റംബർ 5-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 8-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഓഗസ്റ്റ് 17 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നു. എന്തായാലും വളരെ കുറഞ്ഞ സമയമുള്ളൂ പ്രചരണത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും പുതുപ്പള്ളിയിലേക്കായിരിക്കും ഇനി കണ്ണുകൾ, എല്ലാവരുടെയും രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞതോടെ പുതുപ്പള്ളിയിലേക്കായിരിക്കും കണ്ണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. നമുക്കറിയാം മലയാള സിനിമ എന്ന് മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ക്രേസ് ആയിട്ടുള്ള കാര്യമാണ്. വിനോദപരമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടൊക്കെ വിലയിരുത്തുന്നവരും കാണുന്നവരൊക്കെ നിരവധി ആളുകളാണ് അല്ലേ. മലയാള സിനിമ ഇന്ന് ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള കഥകളും കാഴ്ചകളൊക്കെയാണ് ഇന്ന് മലയാള സിനിമയെ എത്തിച്ച് വെച്ചിരിക്കുന്നത്. മലയാള സിനിമ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഫിലിം ഇൻഡസ്ട്രി അതിഭീകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്കാലത്തെയും സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള രജനികാന്ത്, മമ്മൂട്ടി ഇവരൊക്കെ ഈ മലയാള സിനിമയ്ക്കുണ്ടായ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്ന എവർഗ്രീൻ ആക്ടേഴ്സാണ് എന്ന് പറയും. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ എന്ത് തന്നെ സിനിമയിൽ മാറിയാലും ഇവർക്കാണ് ഒരു മാറ്റം സംഭവിക്കാത്തത്. അത്രയും അഡാപ്റ്റബിലിറ്റി ഉള്ള ഒത്തിരി കഴിവുള്ള നല്ല അഭിനേതാക്കളും സിനിമാ നടന്മാരൊക്കെ നമുക്കുണ്ട്, നമ്മുടെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. പറഞ്ഞു വരുന്നത് നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ചിത്രങ്ങൾ തന്ന സംവിധായകനാണ് സിദ്ദീഖിൻ്റെ ലാലിൻ്റെ കൂട്ടുകെട്ടിൽ പിറന്നത് ചിരിയുടെയും ബന്ധങ്ങളുടെയൊക്കെ തീക്ഷ്ണത നിറഞ്ഞ ചിത്രങ്ങളാണ് അല്ലേ. നമുക്കറിയാം സിദ്ദീഖ് ലാൽ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഒറ്റയാളാണെന്ന് വരെ സംശയം വരുമായിരുന്നു പണ്ട് കാലത്തൊക്കെ. സിദ്ദീഖ് ലാൽ എന്ന് ഒറ്റ വാക്കായിട്ട് തോന്നുന്നത് അത്രയും ആ ഒരു ദൃഢത ആ ചിത്രത്തിൻ്റെ മേക്കിങ്ങിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല ചിത്രങ്ങളും ഇന്ന് നമുക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഏത് പുതിയ സിനിമകൾ വന്നാലും പഴയ സിനിമകളിൽ കുറച്ച് നല്ല സിനിമകൾ നമ്മൾ ഇന്ന് ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. സിദ്ദീഖിൻ്റെ ലാലിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് മാറി വന്ന അങ്ങനെ ഒത്തിരി ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിന് ശേഷം സിദ്ദീഖ് മാത്രമായിട്ട് പിന്നീട് സിനിമയിലേക്ക് ഒറ്റയ്ക്ക് ചെയ്ത സിനിമയാണ് ഹിറ്റ്ലർ. അപ്പം ഈ കൂട്ടുകെട്ടിൽ പിറന്ന അല്ലാതെ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട്. റാംജി റാവ് സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി, ഫ്രണ്ട്സ്, കാബൂളിവാല, അങ്ങനെ ഒത്തിരി നല്ല ചിത്രങ്ങളാണ് നമുക്ക് സിദ്ദീഖ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു പുതിയ സിനിമ അപ്ഡേറ്റ്സുകളിലേക്ക് പോയാൽ മലയാള സിനിമയിൽ വലിയ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് കിങ് ഓഫ് കൊത്ത. ഓണം റിലീസായി ഓഗസ്റ്റ് 24 തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും നമ്മളൊക്കെ ഭയങ്കര ആവേശത്തോടെയാണല്ലേ കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ദുൽഖർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് പുതിയൊരു പോസ്റ്ററും അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖറിനൊപ്പം ഒരുപാട് ഒരു വൻ താരനിര തന്നെ കൂടെയുണ്ട്. ഷബീർ കല്ലറയ്ക്കൽ, ചെമ്പൻ വിനോദ് പ്രസന്ന, ഗോകുൽ സുരേഷ്, ഷമ്മി തിലകൻ, ഐശ്വര്യ ലക്ഷ്മി, നൈല ഉഷ, ശാന്തികൃഷ്ണ, അനിക സുരേന്ദ്രൻ, വട ചെന്നൈ ശരൺ, ശാന്തികൃഷ്ണ തുടങ്ങി നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ടീസറും ലിറിക്കൽ വീഡിയോ ഒക്കെ നേരത്തെ വലിയ പ്രേക്ഷക ശ്രദ്ധയൊക്കെ നേടിയിരുന്നു. അപ്പോൾ ആ പാട്ട് റിലീസായി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ പാട്ടൊന്ന് നമുക്ക് ആ ലിറിക്കൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇന്ന് എന്തായാലും ട്രെയിലർ റിലീസാവും. ട്രെയിലർ എത്രത്തോളം ഹിറ്റാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ. അപ്പം വേറൊരു ചിത്രം കൂടിയുണ്ട്, യമണ്ടൻ ചിത്രം എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ 300 തിയേറ്ററുകളിലാണ് വമ്പൻ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ചിത്രം.
ജയിലറാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രം ജയിലർ നാളെയാണ് കേട്ടോ തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ ജയിലറിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും. അപ്പോൾ തിയേറ്ററിലേക്ക് നാളെ എത്തണം, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഹൗസ്ഫുൾ ആവുന്ന ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പാണ്. വലിയ പ്രതീക്ഷയിൽ ആവേശത്തിലൊക്കെയാണ് ആരാധകർ. കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ എല്ലാം തന്നെ റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹൗസ്ഫുൾ ഷോസായി മാറിയിട്ടുണ്ട്. എങ്ങും രജനി ആരാധകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് കാഴ്ച. ചിത്രത്തിനായി ഗോകുലം മൂവീസ് ഗംഭീര പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ട് ചിത്രത്തിന് കൂടുതൽ ബുക്കിംഗ് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിലെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഹൗസ്ഫുള്ളിലേക്ക് കുതിക്കുകയാണ്. അണ്ണാത്തെ എന്ന ചിത്രത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് രജനി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളും ട്രെയിലറും ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഗാനം നമുക്കറിയാം, കാവാല. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇപ്പം നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്ത ഫസ്റ്റ് വരുന്ന വീഡിയോസ് എല്ലാം ഈ പാട്ടാണ്. ഒപ്പം ഹുക്കും രജനി ആരാധകർക്ക് അടിപൊളി ട്രീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. വമ്പൻ താരനിരയിൽ ചിത്രം ഒരുങ്ങുന്നത് മറ്റൊരു പ്രത്യേകതയായി മാറുന്നുണ്ട്. വലിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ വരുന്നത്. ആദ്യമായിട്ട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ രജനീകാന്തിനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. തമന്നയാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം സൗത്ത് ഇന്ത്യയിലെ പ്രധാന നായകന്മാരും താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ചിത്രത്തിൻ്റെ 4 പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 പ്രമോ വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ തന്നെ വിനായകൻ നമുക്കറിയാം, ഈ വില്ലൻ റോളിലെല്ലാം വന്ന് നമ്മളെ അതിഭീകരമായിട്ട് ഞെട്ടിപ്പിക്കുന്നൊരു ആക്ടറാണ്. അപ്പോൾ വിനായകൻ്റെ അതിഭീകരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ചിത്രത്തിൽ വരാനുണ്ട്. നമുക്ക് ഈ പ്രൊമോ വീഡിയോയിലെല്ലാം നമ്മൾ കണ്ടപ്പോൾ തന്നെ വിനായകൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്ക് ഓവർ നമ്മൾ കണ്ടതാണ്. ജയിലർ റിലീസിങ്ങിൻ്റെ ദിവസം, അതായത് നാളെയും ചെന്നൈയിലും ബംഗളൂരുവിലും പല ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഓഫീസിലേക്ക് വരേണ്ടതിലെന്നാണ് പല ഓഫീസുകളിൽ നിന്ന് കിട്ടിയ ജീവനക്കാർക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ്. പല കമ്പനികളും സൗജന്യ ടിക്കറ്റുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, രജനീകാന്ത് എന്ന് പറയുമ്പോൾ തമിഴകങ്ങൾക്ക് ഒരു ആവേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെയും രജനി ചിത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ കമ്പനികളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ. ബാംഗ്ലൂരുവിലും ചെന്നൈയിലൊക്കെ നേരത്തെയും രജനിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കല്ലേ സമാനമായ രീതിയിൽ അവധി കൊടുത്തിരുന്നു. അപ്പോൾ ചില ഓഫീസുകളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സംസ്ഥാനം തമിഴ്നാട് മാത്രമല്ല കേരളം കൂടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചിത്രം എത്രത്തോളം ഹിറ്റാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ ഉള്ളൂ. ഹിറ്റാവും എന്നുള്ളതിൽ തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റ് സിനിമയിലേക്കൊക്കെ വന്നാൽ, നമ്മളിപ്പോൾ റിലീസ് ആവാൻ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിന് റിലീസായ ചിത്രമാണ് കൊറോണ ധവാൻ. അപ്പോൾ ഈ കൊറോണയെ പ്രമേയമാക്കിയിട്ടുള്ള ഈ കൊറോണ ധവാൻ ഭയങ്കര പൊട്ടിച്ചിരി തീർത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ്. സീരിയസ് വിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന ഒരു ചിത്രമാണ്. കോവിഡ് കാലത്തെ ലോക്ക്ഡൌണും ഒളിച്ചിരുന്ന് കൂട്ടം കൂടുന്നതും കളിക്കുന്നതും പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നതെല്ലാം സിനിമ രൂപത്തിലെത്തിയിരിക്കുകയാണ്. അക്കാലത്തെ കോമഡിയും കള്ളുകുടിയന്മാരുടെ വിഷയമെല്ലാം ചേർത്ത് തികച്ചും കോമഡി എന്റർടൈൻമെന്റ് ചിത്രമാണ് കൊറോണ ധവാൻ. ആനത്തടം എന്ന ഗ്രാമത്തിലെ മദ്യം ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകളുടെ ജീവിതം കൊറോണ മാറ്റിമറിച്ചതിന്റെ തമാശകളാണ് പ്രധാനമായിട്ട് ചിത്രത്തിൽ പറയുന്നത്. തമാശകൾക്കൊപ്പം ആ ദുരിതകാലത്തിന്റെ ഗൗരവമേറിയ പ്രശ്നങ്ങളും ചിത്രം തുറന്നു കാണിക്കുന്നുണ്ട്. ജോണി ആന്റണി, ലുക്മാനും ശ്രീനാഥ് ബാസിയൊക്കെയാണ് മുഖ്യ വേഷത്തിലുള്ളത്. നമുക്കറിയാം, ശ്രുതി ജയനാണ് നായിക. കരിക്ക് സത്യ എന്ന എക്സൈസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലാണ് ജോണി ആന്റണി എത്തുന്നത്. നവാഗതനായ സിസി സംവിധാനം ചെയ്ത ചിത്രം ജെയിംസ് ജെറോം ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ചിത്രം ഭയങ്കര ഹിറ്റായിട്ട് തിയേറ്ററിലൊക്കെ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെയുള്ള റിവ്യൂ എന്ന് പറയുന്നത് ചിത്രം ഒരു വൈബാണെന്നാണ് പറയുന്നത്. കള്ളുകൂടിയന്മാരുടെ ചിത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് ചിത്രം ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നുണ്ട്. യുവാക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ചിരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോയി കാണാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൊതുവേ നല്ല ചിത്രം എന്നുള്ള റിവ്യൂ എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചിത്രത്തിന് ചില സ്നീക്ക് പീക്കൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ ഈ മാസങ്ങളെല്ലാം നല്ല ഒരു പിടി സിനിമകളാണ് തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പരമാവധി നല്ല നല്ല സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇതുവരെ കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കരിയർ അപ്ഡേറ്റ്സ് നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസവും നമുക്ക് പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരിയർ അപ്ഡേറ്റ്സ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
കരിയർ അപ്ഡേറ്റ്സിൽ നിങ്ങൾ തരുന്ന ഓരോ വിവരങ്ങളാണ് നമ്മൾ ദിവസവും ഇവിടെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ അനാവശ്യ കൺസൾട്ടൻസി ജോബുകൾ, ഈ കൺസൾട്ടൻസി കമ്പനികൾ, അത്തരം പല തട്ടിപ്പുകളും എല്ലാ രാജ്യത്തും സജീവമാണ്, UAE-യിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് പരിശോധിച്ച ശേഷം അതിൻ്റെ ആധികാരികതയ്ക്ക് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത്തരം കമ്പനികളിൽ ചെന്ന് ചാടാവൂ എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻസും നമ്മൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കമ്പനിയിൽ ഒഴിവുണ്ട്, വാക്കൻസി ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ സാധിക്കും. ഒപ്പം ജോലി അന്വേഷിക്കുന്നവർക്കും നമ്മുടെ ഈ കരിയർ അപ്ഡേറ്റ്സിലൂടെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു എന്നുള്ളതും നമ്മൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ കരിയർ അപ്ഡേറ്റ്സ് കണ്ട് ഒത്തിരി പേരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചവരുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ ദിവസവും നമ്മുടെ ഈ സെഗ്മെൻറ്റ് കാരണം ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ ഉപകാരം കിട്ടുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൻ്റെ ഒരു സംതൃപ്തി നമുക്കുണ്ട്. തീർച്ചയായും നിങ്ങൾ കരിയർ അപ്ഡേറ്റ്സ് ദിവസവും കാണുക. നിങ്ങളുടെ ജോലി ലഭിക്കാത്ത സുഹൃത്തുക്കൾക്ക്, ജോലി കിട്ടാനുള്ളവർക്ക്, ജോലി ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ കരിയർ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക. ദിവസവും സബാവുൽ ഹയറിലും നമ്മൾ കരിയർ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്തയ്ക്ക് ശേഷവും കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വേൾഡ് വിഷനിലെ കരിയർ അപ്ഡേറ്റ്സും അതുപോലെ മറ്റു നല്ല നല്ല പ്രോഗ്രാംസ് എല്ലാം തന്നെ കാണുക. അപ്പോൾ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സബാവുൽ ഹയർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം തുടങ്ങുകയാണ്. നമ്മൾ വിചാരിച്ച ഓരോ കാര്യങ്ങളായിട്ട് ഒരു ദിവസം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. സബാവുൽ ഹയർ